أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, സൂറത്തുൽ ഹജ്ജിലെ 15 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചത്. അതിലവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യവും പകയും ശത്രുതയുമൊക്കെ ഉള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിൽ അസ്വസ്ഥരാകുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ സ്വന്തം ശരീരത്തിൻ്റെ ജീവൻ തന്നെ നശിപ്പിച്ച് കളയട്ടെ, എന്നാലും അല്ലാഹു അവൻ്റെ പ്രവാചകനെ സഹായിക്കുന്നത് അവസാനിപ്പിക്കുകയില്ല. ഈ ദീന് വളരുക തന്നെ ചെയ്യും എന്നതാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി അടുത്ത ആയത്തുകളിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. الذين آمنوا والذين هادوا والصابئين والنصارى إن الذين آمنوا والذين هادوا والصابئين والنصارى والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة
والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة. إن الله على كل شيء شهيد. إن الله على كل شيء شهيد. അപ്പോൾ വകദാലിക അൻസൽനാഹു, അൻസല എന്നുള്ളത് നൂനു സാക്കിനത്താണ്, സാക്കിനായ നൂനാണ്. അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല, അവിടെ മണിച്ചിട്ടാണ് വന്നത്. അൻസൽനാഹു അവിടെയൊക്കെ അസ്ലിയായി മധ്യേ ഉള്ളൂ, രണ്ടർഫ് നീട്ടാൻ പാടുള്ളൂ. വകദാലിക അൻസൽനാഹു അവിടെ അൻസൽനാ നീട്ടാൻ പാടില്ല, രണ്ട് അക്ഷരമേ ഉള്ളൂ, നീട്ടാൻ പാടുള്ളൂ. ആയാത്തിൻ ബയ്യിനാത്ത് അവിടെ ആയാത്തിൻ ബയ്യിനാത്ത്, ആയാത്ത് എന്നുള്ള തൻവീനുണ്ട്, ആയാത്തിൻ. ആ തൻവീന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. സാക്കിനത്തായ നൂനിൻ്റെ ആ തൻവീനാണ്. തൻവീന് ശേഷം ബ വന്നാൽ ആ നൂനിനെ മീമാക്കണം, തൻവീനെ മീമാക്കി മറിക്കണം. അപ്പോൾ ആയാത്തിൻ ബയ്യിനാത്തിൻ എന്നല്ല, ആയാത്തിൻ ബയ്യിനാത്തിൻ എന്നും അല്ല അതുകൊണ്ട് ആയാത്തിൻ ബയ്യിനാത്ത്. അവിടെ ആ നൂനിന് ആയാത്തിൻ എന്ന് പറയുന്ന ആ നൂനിനെ, സാക്കിനത്തായ നൂന് അതാണ് തൻവീൻ എന്ന് പറഞ്ഞത്, അതിനെ മീമാക്കി മറിക്കണം. ആയാത്തിൻ ബയ്യിനാത്ത്, നിർത്താണെങ്കിൽ ബയ്യിനാത്ത്, നിർത്താതെ ഓതാണെങ്കിൽ ബയ്യിനാത്തിൻ. നിർത്താതെ ഓതുമ്പോൾ വാവിന് മണിക്കൽ വരും, നിർത്തി ഓതാണെങ്കിൽ വാവിന് മണിക്കൽ ഉണ്ടാവില്ല. അല്ലാഹ യഹ്ദി മൻ യുരീദ്, യഹ്ദി ഹദാ യഹ്ദി, ഹ ആണ്, ഹ യഹ്ദി മൻ യുരീദ്. അവിടെ മൻ യുരീദ്, അവിടെ നൂനെ ഇൽഹാർ ചെയ്യാൻ പാടില്ല. മൻ യുരീദ് അവിടെ ഇഖ്ഫാ ചെയ്യാൻ വേണ്ടത്, യാ ഒന്നുണ്ട്. മൻ യുരീദ്, മൻ യുരീദ് നോക്കാൻ പാടില്ല. മൻ യുരീദ് അവിടെ ദാൽ നിർത്തുമ്പോൾ 5-6 അക്ഷരം നീട്ടി നിർത്തണം. മൻ യുരീദ് സാക്കിനായ ദാലാണ് ബദ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈൻ അവിടെയൊക്കെ ഇന്നവിടെ മണിച്ചാൽ മതി, ബാക്കിയുള്ളടത്തൊക്കെ അസ്ലിയായ മധ്യേ ഉള്ളൂ. ആമനു എന്നിട്ടരുത്. ആമനു വല്ലദീന ഹാദു വസ്സാബിഈൻ, വസ്സാബിഈൻ അല്ല, സ്വാദാണ്, സീന് ഷീൻ സ്വാദ്. വസ്സാബിഈന വന്നസാറ, വസ്സാബിഈന വന്നസാറ, വന്നസാറ സീനല്ല സ്വാദാണ്. വൽമജൂസ വല്ലദീന അശ്റകൂ, ഷീന് സുക്കൂൻ, അശ്റകു, അശ്റകു എന്നല്ല, അശ്റകൂ അവിടെ നീട്ടണം, കാരണം മദ്ദക്ഷരത്തിന് ശേഷം ഇന്ന വന്നു, ഹംസനുണ്ട്. അപ്പം അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും, യഫ്സിലു സ്വാദാണ്, യഫ്സിലു എന്നല്ല, യഫ്സിലു ബൈനഹും അവിടെ മീമ് സുക്കൂനുള്ള മീമാണ്. ബാओ മീമോ അല്ലാത്ത അക്ഷരങ്ങൾക്ക് മുമ്പിലാണ് സാക്കിനത്തായ മീമ് വന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ മീമിനെ ഒളിവാക്കണം. ബാവിന് വന്നിട്ടുണ്ടെങ്കിൽ മീം എന്നുള്ള അതിൻ്റെ പിന്നെ ബായിലേക്ക് എന്ത് ചെയ്യും, ഇദ്ഗാം ചെയ്യണം, യാങ്ങത്. അതുപോലെ തന്നെ ഇവിടെ മീം ബൈനഹും യൗമൽ ഖിയാമ എന്നാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ഷൈഇൻ ഷഹീദ്.
യുരീദ് എന്നുള്ള പോലെ തന്നെ ഷഹീദ് അങ്ങനെ നിർത്തണ്ട. അപ്പോൾ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുകയില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യട്ടെ, പോയി തൂങ്ങി ചാട്ടെ. അതാണ് ഇപ്പോൾ പറഞ്ഞ ആയത്തിൻ്റെ ചുരുക്കം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുന്നതിൽ ആർക്കെങ്കിലും വൈമനസ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ തട്ടെ ഫല്യംദുദ് ബിസബബിൻ ഇല സമായി സുമ്മ യഖ്ത, അവൻ്റെ വീടിൻ്റെ മുതുകിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ കഴുക്കോലിലേക്ക് അവൻ എന്തിട്ട് കുറച്ച് കയറ് കെട്ടിയിട്ട് അവനാണ് തൂങ്ങി പണി തീർന്നോട്ടെ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സഹായിക്കു നിർത്തുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു വകദാലിക, അപ്രകാരം തന്നെയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കിയത് പടച്ചവനാണ്. കാരണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, നീ ഒരിക്കലും ഒരു പ്രവാചകനാകുമെന്ന് താങ്കൾ എന്ത് ചെയ്തിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ യുക്തിവാദികളും ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ പ്രവാചകത്വം ഇങ്ങനെ ഇങ്ങനെ നടക്കരുതെന്നാണ്, ആഗ്രഹിച്ച് നടക്കരുത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ആഗ്രഹിച്ച് നടക്കുകയാണെങ്കിൽ ഹിറാ ഗുഹയിൽ എന്താ സംഭവിക്കേണ്ടത്? ശരിക്ക് എന്താ സംഭവിക്കണ്ടേ? ഓ കിട്ടിപ്പോയടോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ വരില്ല ഉണ്ട്. എന്നാൽ നബി എന്താ ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് പറിച്ച് സമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് വരില്ലേ ഇത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത്. പക്ഷേ നബിനെ അള്ളാഹു വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഞാനൊരു പ്രവാചകനാകണമെന്നോ അല്ലെങ്കിൽ ആകുമെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദിക്കുകയോ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് തിരഞ്ഞെടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആണ് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന് ഖുർആൻ ഇറക്കി കൊടുത്തതും പ്രവാചകൻ അള്ളാഹു ആണ്. അതാണ് വകദാലിക, അപ്രകാരം അൻസൽനാഹു, നാം ആണ് അദ്ദേഹത്തിന് ഇറക്കിക്കൊടുത്തു. അൻസലാർ എന്താ? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഖുർആൻ വന്ന എവിടുന്നാണ്? മുകളിൽ നിന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹയുമായി വന്നത് മുകളിൽ നിന്നാണ്. അപ്പോൾ ജിബ്രീൽ വന്നത് മുകളിൽ നിന്നാണെങ്കിൽ അള്ളാഹു എവിടെ ഇരിക്കും? മുകളിലല്ലേ. ജിബ്രീൽ എവിടെ നിന്നാണ് വന്നത്? മുകളിൽ നിന്നാണ് വന്നത്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐന അല്ലാഹ് എന്ന് ചോദിച്ചാൽ അവിടെ മറുപടി എന്താ? ഫിസ്സമ. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അള്ളാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് പിഴവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ സംഭവം ഹദീസിൽ കാണുമ്പോൾ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരു സഹാബി അടിമ സ്ത്രീ അടിച്ചു. അപ്പോൾ പിന്നെ പ്രവാചകൻ അദ്ദേഹത്തിന് പിന്നീട് ഖേദം തോന്നി, ആ അടിമയെ മോചിപ്പിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അടിമ സ്ത്രീ വിശ്വാസിനിയാണോ എന്ന് ടെസ്റ്റ് ചെയ്തു. 2 ചോദ്യം. ഇവർ മുഅ്മിനത്താണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ചോദ്യം ചോദിച്ചു. അതൊന്നും പരീക്ഷ ഉണ്ട് കേട്ടോ. പരീക്ഷക്ക് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട് ഇംതിഹാൻ. എന്താ 2 ചോദ്യം? ഐന അല്ലാഹ് മൻ അന, അള്ളാഹു എവിടെയാണ്, ഞാൻ ആരാണ്. പാപ്പണ്ട് പറഞ്ഞു അല്ലാഹു ഫിസ്സമാ, അള്ളാഹു എവിടെയാണ്? ആകാശത്താണ്. അൻത റസൂലുള്ളാഹ്, നീ ആരാണ്? ഫഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, നബി എന്താ പറഞ്ഞത്? അവൾ വിശ്വാസിനിയാണ്, അവൾ നീ മോചിപ്പിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ത്രീയോട് 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് അള്ളാഹു എവിടെയാണ്, രണ്ടാമത്തെ മൻ അന, ഞാൻ ആരാണ്. ഈ 2 ചോദ്യത്തിന് ആ പെണ്ണ് ആദ്യം പറഞ്ഞ മറുപടി അല്ലാഹു ഫിസ്സമ അൻത റസൂലുള്ളാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ നീ മോചിപ്പിച്ചേക്കൂ, അവർ വിശ്വാസിനിയാണ്. അവരാൾ വിശ്വാസിയാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള 2 അടയാളം. റസൂലുള്ളാഹി വിശ്വസിക്കുന്നുണ്ടോ, അള്ളാഹു വിശ്വസിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ അള്ളാഹു ഉപരിയിലാണ്. അപ്പോൾ ഇന്ന് ഇത് പറഞ്ഞ വഹാബിയാവും, അത് ആകാശത്തെന്ന് പറഞ്ഞ വഹാബിയാവും. അപ്പം നബി മുഅ്മിനത്ത് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഏത് വിശ്വാസക്കാർക്കെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ കദാലിക അൻസൽനാഹു, നബി അതുകൊണ്ട് ആ പ്രവാചകന് നാം ആണ് ഇറക്കി കൊടുത്തിരിക്കുന്നത് ആയാത്തിൻ ബയ്യിനാത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
ആയത്ത് എന്താ? നമ്മുടെ ഖുർആനിലൊരു ആയത്ത് എന്ന് പറഞ്ഞാൽ, ആയത്തുൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ദൃഷ്ടാന്തം നടത്താം, തെളിവ്, ഹുജ്ജ. അപ്പോൾ ഖുർആനിലെ സൂക്തങ്ങൾക്ക് നമ്മൾ ആയത്ത് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഖുർആനിൽ പ്രയോഗിച്ചത് തന്നെ അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ നാം അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞൊരു വിശേഷണമാണ്. വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഇനി വ്യക്തമാക്കാത്ത കാര്യങ്ങളില്ല. ആ ഖുർആനിൽ വ്യക്തമാകാത്ത കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ ഹദീസിൽ നിന്നുണ്ടാവും, വ്യക്തമാകും. കാരണം അത് ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചതിന് എന്താണ്? ഈ ഖുർആൻ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വല്ലദീ അൻസല അലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ദിക്ർ നബിയെ നിങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആൻ വിശദീകരിക്കാനാണ്. അപ്പോൾ ഖുർആൻ്റെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ചുരുക്കി പറഞ്ഞ ആയത്തുകൾ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും, ചില സ്ഥലത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ചില സ്ഥലത്ത് വിശദീകരിച്ച് പറഞ്ഞ ചില ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ചരിത്ര സംഭവങ്ങളാണെങ്കിൽ വിശ്വാസ കാര്യങ്ങളാണൊക്കെ പിന്നെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഖുർആൻ്റെ ആയത്തുകളൊക്കെ ബയ്യിനത്താണ്, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്തുകളാണ്. എന്നാൽ അതേ വിശുദ്ധ ഖുർആൻ തന്നെ ചില ആയത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകാത്തതുണ്ട്. വല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്ത്. ഖുർആനിലെ ചില ആയത്തുകൾ മുത്തശാബിഹാത്താണ്. മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ വ്യക്തമായി മനസ്സിലാവില്ല. ഇപ്പോൾ അലിഫ് ലാം മീം എന്താ അതിൻ്റെ അർത്ഥം അറിയില്ല, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ട് വേറെ ചില പരാമർശങ്ങളുണ്ട്. ഈ മുത്തശാബിഹാത്തുകളായ ആയത്തുകൾ, പക്ഷെ അതും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നത് വ്യക്തമാണ്. അതും ഒരു നിലക്ക് വ്യക്തമാണ്, പക്ഷെ അതിൻ്റെ മാനയാണ് നമുക്ക് വ്യക്തമല്ല. പക്ഷെ നമുക്ക് വ്യക്തമില്ലാത്തതിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുണ്ടാവും? ചില ഹിക്മത്തുകൾ ഉണ്ടാവും, നമുക്കതറിയില്ല. അതിൽ പിന്നെ ഇപ്പോൾ സൂറത്ത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന തസ്ക. അപ്പം നമ്മളാൾക്കാർ ഈ ത്വാഹ എന്നുള്ള നബിൻ്റെ പേരാക്കി. ത്വാഹ റസൂൽ തറ പാട്ടിൽ കേൾക്കാം നമുക്ക്. അപ്പം നബിക്ക് ത്വാഹ എന്നുള്ള പേര് മാത്രമല്ല, അങ്ങനെ ത്വാഹ എന്നുള്ള പേര് വെക്കാൻ പാടില്ല. ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട് പേര് വെക്കാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മൗലൂദ് പറയുന്നുണ്ട്, അങ്ങനെ പേര് വെക്കാൻ പാടില്ല. അപ്പം അലിഫ് ലാം മീം പേര് വെക്കാൻ പറ്റും. അവൻ്റെ പേരെന്താ? അലിഫ് ലാം മീം. ഇവരുടെ പേരെന്താ? ഖാഫ് സാദ്. പറ്റില്ല. അപ്പം ത്വാഹ എന്നുള്ളത് ഹുറൂഫുൽ മുഖത്തആത്തിൽപ്പെട്ടതാണ്. ത്വാഹ രണ്ട് മുറിച്ചാവുന്നുണ്ട്, കേൾക്കണ്ട. യാസീന് പറ്റൂല, ത്വാഹ പറ്റൂല. മടഞ്ഞ് യാസീൻ ത്വാഹ ഉണ്ടോ എനിക്കറിയില്ല. കുട്ടി എന്നും കുഴപ്പമില്ല. നമ്മുടെ ഖുർആൻ പറഞ്ഞു ഹുറൂഫുൽ മുഖത്തആത്ത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ ആശയം എന്താ പറയുക. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ ചില ഹിക്മത്തുകൾ ഉണ്ടാവും, മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഹിക്മത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒന്നും വ്യക്തമല്ലാത്തതില്ല. എല്ലാം തൗഹീദ് വളരെ ക്ലിയറാണ്, ആഖിറത്ത് വളരെ ക്ലിയറാണ്, പിന്നെ റിസാലത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വളരെ ക്ലിയറാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇപ്പോൾ ഘട്ടം ഘട്ടമായി നസ്ഖ് എന്ന് പറയും. ഘട്ടം ഘട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ പിന്നെ തൊലാഖ് ചെല്ലപ്പെട്ട പെണ്ണിൻ്റെ ഇത് ആദ്യ കാലഘട്ടത്തിൽ 1 വർഷമായിരുന്നു. പിന്നീട് കുറച്ച് കാലം മാത്രം, പിന്നീടത് 3 മാസത്തേക്ക് ചുരുക്കി, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആദ്യം കള്ളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ആദ്യം കള്ളിൽ ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. ഉപദ്രവം കൂടുതൽ അറിഞ്ഞു. പിന്നെ സ്കരിക്കുമ്പോൾ കുടിക്കാൻ പാടില്ല അറിഞ്ഞു, പിന്നെ പറ്റ ഒഴിവാക്കാൻ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് പലിശ. അപ്പോൾ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഖുർആനിലുള്ളത്. പക്ഷേ ഈ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും അപ്പോൾ ഖുർആനിൽ യാതൊരു അവ്യക്തതയില്ല. ചില ആൾക്കാർ പിന്നെ പറയുന്നത് വെച്ചാൽ ഈ പരിഭാഷയിൽ ബ്രാക്കറ്റ് ഇടുമല്ലോ, പരിഭാഷയിൽ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഇടും. അപ്പോൾ യുക്തിവാദികൾ വിമർശിക്കുന്നുണ്ട്, ഖുർആനിൽ ബ്രാക്കറ്റ് ഇല്ലല്ലോ, ആയത്തോട് നമ്മൾ ബ്രാക്കറ്റ് കാണും. പിന്നെ ഈ പരിഭാഷയിലൂടെ ഞാൻ ബ്രാക്കറ്റ് നമുക്ക് ഖുർആനിൽ എന്തോ അവ്യക്തത ഉണ്ടെന്നല്ലേ? അല്ല, കാരണം അറബി ഭാഷയിൽ അത് പറയുമ്പോൾ യാതൊരു അവ്യക്തത ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അറബി ഭാഷയിൽ പറയുമ്പോൾ അവ്യക്തത ഉണ്ടാവില്ല.
മറ്റൊരു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ അത് നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിൻ്റെ പോരായ്മയാണ്. മനസ്സിലായില്ലേ? അത് വേറെ ലാംഗ്വേജിൻ്റെ പോരായ്മയാണ്. അതല്ലാതെ അറബി ഖുറാൻ്റെ പോരായ്മയല്ല. ഖുറാനിൽ ബ്രാക്കറ്റ് ഉണ്ടാവില്ല, ഖുറാനിൽ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അതേ സമയത്ത് ആ ഖുർആനിൽ പറഞ്ഞ ആശയം തന്നെയാണ് ബ്രാക്കറ്റിൽ. ബ്രാക്കറ്റിൽ പുതിയൊരു ആശയം വരില്ല. അപ്പോൾ പരിഭാഷയിലൊക്കെ ചില ബ്രാക്കറ്റ് കാണും. ഈ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഖുർആനുള്ള ആശയം തന്നെയാണ്. അത് അറബി ഭാഷയിൽ പറയുമ്പോൾ ബ്രാക്കറ്റ് ഇല്ലാതെ പറയാൻ കഴിയും. പക്ഷേ അറബി ഭാഷ അല്ലാത്തൊരു വേറെ ഭാഷ, അത് ഭാഷയുടെ പോരായ്മയാണ്, വിശുദ്ധ ഖുർആൻ്റെ പോരായ്മയല്ല. അപ്പോൾ ആയത്തും ബൈനത്തും വളരെ വ്യക്തമായ ആയത്തുകളാണ്. ഇപ്പോൾ നിസ്കരിക്കണം, അതുപോലെ തന്നെ നോമ്പൊൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വ്യക്തത ഉണ്ട്. ആ വ്യക്തത പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിക്കും. പക്ഷേ എത്ര വ്യക്തമാക്കി പറഞ്ഞാലും ചില ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഖുർആൻ കൊണ്ട് ഹിദായത്ത് കൊടുക്കുക. ശരിയല്ലേ? അപ്പം ആയത്ത് വ്യക്തമാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദൃഷ്ടാന്തം വ്യക്തമാകാത്തത് കൊണ്ടോ അല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കൊടുക്കും, ചില ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കൊടുക്കില്ല. അതാരെ തീരുമാനിക്കുക? അള്ളാഹ് തീരുമാനിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതിൽ ആ മനുഷ്യനോട് വല്ല ദുൽമുണ്ടാകും? അതുണ്ടാവില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം ദുൽമ അല്ലാഹു ഒരു മനുഷ്യനോട് ചെയ്യൂല. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധമില്ലാത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊന്ന് ഹിദായത്ത് കൊടുത്തു. സൽമാൻ ഫാരിസി എവിടെ ഉള്ളത്? സൽമാൻ ഫാരിസിൻ്റെ നാടെവിടെ? പേർഷ്യയാണ്. എന്നാൽ മക്കയിൽ നിന്ന് വളരെ വിദൂരമായ സ്ഥലമാണ് സൽമാൻ ഫാരിസി, സൽമാൻ ജീവിക്കുന്ന സ്ഥലം റളിയല്ലാഹു അൻഹു. അവിടുന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് എത്തുന്ന രംഗം ഹദീസിലുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ വേറെ നാട്ടിൽ നിന്ന് അയാൾ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് എത്തിക്കും. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കണ ആൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഈ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടൂല. അപ്പോൾ സൽമാൻ ഫാരിസി അദ്ദേഹം ഒരു മജൂസിയായിരുന്നു. മജൂസി എന്താ? ശേഷം അടുത്ത അകത്ത് വരുന്നുണ്ട്. മജൂസി എന്താ? അഗ്നി ആരാധക. ഈ പേർഷ്യക്കാർ പൊതുവെ അഗ്നി ആരാധിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ അഗ്നി ആരാധകരുണ്ട്. ഈ മഗ്‌രിബായി കഴിഞ്ഞ് ദീപം തെളിക്കണില്ലേ അല്ലേ? അതെന്തിൻ്റെ ഭാഗമാണ്? അഗ്നി ആരാധിക്കുക. ജാറത്തിൽ പോയ നിലവിളക്കാണ്. അത് ശരിക്കും എന്താണ്? മജൂസിയത്താണ്. അഗ്നി ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ചില പണ്ഡിതന്മാർ പറയും അത് വെളിച്ചം കിട്ടാൻ നല്ല ബൾബ് എത്തിച്ചാൽ പോരെ. എന്നാൽ പിന്നെ വെളിച്ചം കത്തി കിട്ടാനാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ എന്ത് ലൈറ്റ് ഉണ്ടേനി, മണ്ണെണ്ണ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കണ്ടിടണോ മണ്ണെണ്ണ തരം മനസ്സിലായി. മണ്ണെണ്ണ കണ്ടിടണോ വിളക്കുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ അത് വെളിച്ചം കത്തിക്കാനാണെങ്കിൽ നിലവിളക്ക് തന്നെ വേണ്ടല്ലോ, സാധാ വിളക്ക് കത്തിച്ചാൽ പോരെ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മജൂസിയത്താണ്, അഗ്നിയാരാധന. അപ്പം ഈ മജൂസിയത്തിന് അവിടെ ഒരു അഗ്നികുണ്ടുണ്ടായിരുന്നു. അതായത് ഇവരെ ആരാധന കേന്ദ്രത്തിൽ ഒരു അഗ്നികുണ്ടുണ്ടാവും, തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സൽമാൻ റളിയല്ലാഹുവിൻ്റെ ബാപ്പ അവിടുത്തെ പൂജാരി, ഇബ്രാഹിം നബിൻ്റെ ബാപ്പ അവിടുത്തെ പൂജാരിയെ പോലെ സൽമാൻ റളിയല്ലാഹുവിൻ്റെ ബാപ്പ അവിടുത്തെ പൂജാരിയായിരുന്നു. സൽമാൻ റളിയല്ലാഹു ഇതിൽ അസ്വസ്ഥനായിരുന്നു. ഇതൊരു ബുദ്ധിയില്ലാത്ത ഏർപ്പാടാണ് ഈ തീയിനെ ആരാധിക്കാൻ. അപ്പോൾ ഒരിക്കൽ തൻ്റെ പിതാവ് ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ സൽമാൻ റളിയല്ലാഹു എന്ത് ചെയ്തു? ഈ തീ കടാതെ സൂക്ഷിക്കണം, അടുപ്പ് എപ്പോഴും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞു. അപ്പോൾ മൂപ്പര് ആയിക്കോട്ടെ നോക്കാറുണ്ട്. അപ്പോഴാണ് ഷാമിൽ നിന്ന് ക്രിസ്ത്യാനികൾ അവിടെ വന്നത്. എവിടേക്ക്? പേർഷ്യക്ക് വന്നു. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഓരോ വേദവും കാര്യങ്ങളും ഓരോ ഇബാദത്തും ഓരോ നിസ്കാരമൊക്കെ കണ്ടപ്പോൾ സൽമാൻ വലിയ താല്പര്യം. ആ മൂപ്പര് ഇതിൻ്റെ കാര്യം മറന്നുപോയി. ഏത്? തീക്കുണ്ടാരത്തിൻ്റെ വാപ്പാൻ്റെ തീക്കുണ്ടാരത്തിൻ്റെ കാര്യം മറന്നു, അത് കെട്ടുപോയി. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ സൽമാനോട് ഭയങ്കര ദേഷ്യപ്പെട്ട് അങ്ങനെ അവിടുന്ന് പുറത്തു പോവുകയാണ് സൽമാൻ. അങ്ങനെ ഷാമിലേക്ക് പോകണം, യാത്ര പോയി. ഷാമിലേക്ക് യാത്ര പോകുന്നത് വെച്ചാൽ ഈ വിഗ്രഹാരാധന ഏതായാലും ശരിയല്ല, ഈ എന്താ പറയുക മജൂസിയത്ത് ഏതായാലും ശരിയല്ല എന്ന് മനസ്സിൽ ഷാമിലേക്ക് പോയി.
ഷാമിൽ നിന്ന് ഒരു പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ക്രിസ്ത്യമതം സ്വീകരിച്ച് അങ്ങനെ ക്രിസ്ത്യാനികളിൽ അപ്പോൾ അവിടെ മനസ്സിലാക്കി അവിടെ വിഗ്രഹാരാധന ഉണ്ട്. അപ്പോൾ വേറെ പുരോഹിതൻ്റെ അടുത്ത് പോയി. അങ്ങനെ 4ഉം 5ഉം പുരോഹിതൻ്റെ അടുത്തേക്ക് മാറി 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 പോയിട്ട് അവസാനം ഒരു പുരോഹിതൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഈ യസ്രിബിലേക്ക് ഒരു പ്രവാചകൻ വരാറായിട്ടുണ്ട്, ആ പ്രവാചകൻ്റെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ താല്പര്യപൂർവ്വം യസ്രിബിലേക്ക് വരാം. പക്ഷെ ആ പ്രവാചകൻ സത്യപ്രവാചകനാണെന്നറിയാം 3 അടയാളം ഞാൻ എനിക്ക് പറഞ്ഞുതരാം. സൽമാനോട് പറയാം 3 അടയാളം ഞാൻ പറഞ്ഞുതരാം. ഈ 3 അടയാളം ആ യസ്രിബിലേക്ക് വരുന്ന മനുഷ്യരുണ്ടെങ്കിൽ അയാൾ സത്യപ്രവാചകനായിരിക്കും. 1, സദഖ സ്വീകരിക്കൂല, ഹദിയ സ്വീകരിക്കും, പിന്നെ ഇടത് ഭാഗത്ത് തോളിൽ പ്രവാചകത്വ മുദ്ര ഉണ്ടായിരിക്കും. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇത് കേട്ട് ആയിക്കോട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് വരിക, മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമല്ലോ, ഇതിപ്പോൾ യഥാർത്ഥ നബി തന്നെയാണോ അല്ല ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ സൽമാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സദഖയിൽ നിന്നുള്ള സ്വത്താണ്, നിങ്ങൾ സ്വീകരിക്കണം പറഞ്ഞു. നബി പറഞ്ഞു വേണ്ട. പിറ്റേ ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഇത് എൻ്റെ ഹദിയാണ്, നിങ്ങൾ സ്വീകരിക്കണം പറഞ്ഞു. നബി സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഒന്നും കൂടി ബാക്കിയുള്ളൂ. അപ്പം അതിനിങ്ങനെ ചാൻസ് നോക്കി നിൽക്കുകയാണ് ആര്? കാരണം നബിയുടെ ഇടത് ഭാഗത്ത് വസ്ത്രം ധരിച്ചാൽ കാണില്ല, നബിയുടെ ശരീരത്തിലാണ് പ്രവാചകത്വ മുദ്രകൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബഖീൽ ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇങ്ങനെ ചാരിക്കുന്നുണ്ട്. അപ്പോൾ സൽമാൻ ഇങ്ങനെ നബിനെ ഇങ്ങനെ വട്ടട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇതൊന്ന് കാണാൻ പറ്റുമോ നോക്കിയിട്ട്. അപ്പോൾ ഈ സൽമാൻ്റെ നടത്തം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി എന്താണ് കാര്യം എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം അഴിച്ചിട്ട് ഈ ഇടത് ഭാഗത്തുള്ള തോളിലുള്ള ഭാഗം സൽമാൻ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവിടെ ഇസ്ലാം സ്വീകരിക്കണം. അപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ തന്നെ സൽമാൻ ഫാരിസി എന്ന് റസൂൽ പറയുന്ന സൽമാൻ മിന്ന, സൽമാൻ നമ്മളിൽപ്പെട്ടവനാണ് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രൂപത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വളർന്നു വന്നു. ആ സൽമാൻ ഫാരിസിയുമായി ബന്ധപ്പെട്ട ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, സൽമാൻ ഫാരിസി എവിടുന്ന വരണേ? വിദൂര നാട്ടിൽ നിന്നാണ്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ, ആ ഖുർആൻ്റെ വെളിച്ചവും ഇസ്ലാമിൻ്റെ വെളിച്ചവും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുക. അത് അള്ളാഹു തൗഫീക്ക് കിട്ടിയെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഇപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹ് ചില ആളുകൾ ഉയർത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കി, നമ്മളെല്ലാവർക്കും മനപ്പാടുള്ള സൂറത്തുൽ ലഹബ്, സൂറത്തുൽ മസദ് ഉണ്ടല്ലോ, തബ്ബത് യദാ അബീ ലഹബ് വതബ്. അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ഖുർആൻ കൊണ്ട് താഴ്ത്തപ്പെട്ട ആളാണ്. ഖുർആൻ കൊണ്ട് താഴ്ത്തപ്പെട്ട ആളാണ്. കാരണം അബൂ ലഹബ് മദീനയിൽ മക്കത്ത് വലിയ പോക്കിയിരുന്നു, വലിയ തറവാടിത്തുള്ള ആളാണ്. റസൂലുള്ളാഹിന്റെ മുത്താപ്പല്ലേ, റസൂലുള്ളാഹിന്റെ പിതാവിൻ്റെ സഹോദരനാണ് ആര്? അബൂ ലഹബ്. ആ അബൂ ലഹബ് ഖുർആൻ കൊണ്ട് എഴുത്തപ്പെട്ടാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഖിയാമത്ത് നാൾ വരെയുള്ള ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും എന്ത് ചെയ്യും? അബൂ ലഹബിനെ എന്താ പറയുക, ശപിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പുകഴ്ത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഈ ഖുർആൻ കൊണ്ട് ചില ആളുകൾ അള്ളാഹു ഉയർത്തും, ചില ആളുകൾ അള്ളാഹ് താഴ്ത്തും. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരാണ് ഉയർത്തുക. ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തിയപ്പം അദ്ദേഹം നിയോഗിച്ച ഒരു അമീർ, അവിടുത്തെ ഒരു ഗവർണർ മക്കത്ത് കണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അവിടെ അവിടെ അമീറാക്കിയതിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉംറയ്ക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ ആരാണ് പകരം നിശ്ചയിച്ചത്? ഒരു മൗലയാണ്, ഒരു മോചിതനായ അടിമയാണ്. അപ്പോൾ ഒരു അടിമയാണോ, മോചിതനായ അടിമയാണോ താങ്കളുടെ ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റാണ് ഇസ്ലാമിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം
ഖുർആൻ ഹാഫിളാണ്, ഇസ്ലാമിന് അനന്തരാവകാശത്തിൽ അപാരമായ കഴിവുള്ള ആളാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ചില ആളുകൾ ഉയർത്തും, ചില ആളുകൾ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും. മനസ്സിലല്ലേ? അപ്പോൾ അതാണ് അന്നല്ലാഹ യഹ്ദി മൻ യുരീദ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ വെളിച്ചം കാണിച്ചു കൊടുക്കും. അല്ലാത്തവന് എന്ത് ആയത്തുകൾ മുഴുവൻ ഓതി കൊടുത്താലും ഓനത് കയറില്ല. തൗഹീദിൻ്റെ ആയത്തുകൾ മുഴുവൻ ഓതി കൊടുത്താലും ഓന് തൗഹീദ് കിട്ടില്ല. പക്ഷേ ചില ആളുകൾക്ക് ഒരൊറ്റ ആയത്ത് കേട്ടാൽ മതി, അതൻ കത്തും. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ഹൃദയം തുറക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൽബ് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് നമുക്ക് തന്നൊരു ഹിദായത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലിയ അനുഗ്രഹമാണ്. ആ ഹിദായത്ത് പോകാതെ നോക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഹിദായത്ത് കിട്ടിയെന്ന് വിചാരിച്ച് ഹിദായത്തിൽ മരിക്കണം എന്നില്ല. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹിദായത്ത് കിട്ടിയെന്ന് വിചാരിച്ച് ഒരിക്കലും എന്തില്ല, ഹിദായത്തിൽ മരിക്കണമെന്നില്ല. അതുകൊണ്ട് സഹാബിയുടെ താരിഫ്, ഒരാൾ സഹാബിയാണെന്ന് അറിയാൻ പണ്ഡിതന്മാർ പറഞ്ഞ താരിഫുണ്ട്. മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക. മോനെ സഹാബിയാവും എന്ന് റസൂലുള്ളാഹിനെ മുഅ്മിനായി കണ്ട് ആ മുഅ്മിനായി മരിച്ചെങ്കിൽ എന്താവുള്ളൂ, സഹാബിയാവും. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുർത്തദ്ദായി പോയ ആൾക്കാരുണ്ട്, ഇസ്ലാമിന് മുർത്തദ്ദായി പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുർത്തദ്ദായി പോകാനൊന്നും വലിയ പണിയില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനൊന്നും വലിയൊരു പണിയൊന്നുമില്ല. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പരിഹസിക്കുക നിഷേധിക്കുക ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇനി അള്ളാഹ് പറയാണ്, ഇന്നല്ലദീന ആമനൂ, നിശ്ചയമായും വിശ്വസിച്ചവർ, വല്ലദീന ഹാദു, ജൂതന്മാരും, വസ്സാബീന, സാബി മതക്കാർ, ഇതാരാന്നെല്ലാം വിശദീകരിക്കാം, വന്നസാറ, നസറാനികളും, വൽ മജൂസ്, മജൂസികളും, വല്ലദീന അശ്റകു, ശിർക്ക് ചെയ്ത ആളുകളും, മുശ്രിക്കീങ്ങളും. എത്രനായി, എത്ര പാർട്ടിയവിടെ? മുഅ്മിനീങ്ങളായി, ജൂതന്മാരായി, സാബി മതക്കാരായി, നസറാനികളായി, മജൂസികളായി, മുശ്രിക്കീങ്ങളായി. 6 ടീമായി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കും. ഇവർ ആരാണ്? ഓരോ ടീമും പറഞ്ഞപ്പോൾ ആരാ? ഞങ്ങളാണ് ഹക്കിൽ. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളാണ് ഹക്കിൽ, സാബി മതക്കാരാണ് ഞങ്ങളാണ് ഹക്കിൽ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും ഷഹീദാണ്, എല്ലാത്തിനും അല്ലാഹു സാക്ഷിയാണ്. ഈ നോക്കിക്കോ, ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈമാൻ കൊണ്ടവർ, അല്ലാഹു റസൂൽ വിശ്വസിച്ചവരാണ് ഈമാൻ ഉള്ളവർ. വല്ലദീന ഹാദു, ഹാദു എന്ന് പറഞ്ഞാൽ ജൂതന്മാർ, യഹൂദികൾ. ആരാണ് യഹൂദികൾ എന്ന് പറഞ്ഞാൽ? ആരാ ജൂതന്മാർ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആര്? ജൂതന്മാർ, യഹൂദികൾ. ഈ യഹൂദികൾക്ക് ഈ പേര് കിട്ടാനുള്ള കാരണങ്ങൾ പലതും. ഇപ്പോൾ യഹൂദ എന്ന് പറയുക, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂത്ത മോൻ്റെ പേര് യഹൂദ എന്നായിരുന്നു. അങ്ങനെയിലേക്കാണ് അവരിലേക്കാണ് ചേർത്തിട്ട് യഹൂദികൾ എന്ന് പേര് പറഞ്ഞത്. പിന്നെ യഹ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുന്നവരെന്ന് അർത്ഥമുണ്ട്, അതുകൊണ്ട് അവരിലേക്ക് യഹൂദികൾ. എന്തായാലും പേര് ഏത് അർത്ഥത്തിൽ കിട്ടിയെന്നുള്ളതല്ല. അപ്പോൾ അവരാണ് യഹൂദികൾ, അഥവാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനം. യാക്കൂബ് നബി ആരാ മോന? യാക്കൂബ് നബി ആരാ മോന? പറയുന്നതിൻ്റെ യാക്കൂബ് നബി ആരാ മോന? ഇസ്ഹാഖ് നബിയുടെ മോനാണ്. ഇസ്ഹാഖ് നബി ആരാ മോന? ഇബ്രാഹിം നബിൻ്റെ മോനാണ്. അറിയില്ലേ? യാക്കൂബിൻ്റെ മോനാണ് ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം ഒരു വിശേഷമുണ്ട്. യൂസുഫ് നബിൻ്റെ വാപ്പം നബിയാണ്, വാപ്പാൻ്റെ അപ്പൻ നബിയാണ്, വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പൻ. അങ്ങനൊരു നബി ലോകത്ത്, അങ്ങനൊരു മനുഷ്യൻ ലോകത്ത് ആരുള്ളൂ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രം. അപ്പോൾ ഇബ്രാഹിം നബിൻ്റെ പേരക്കുട്ടിയാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരകളാണ് യഹൂദികൾ. അവരിലേക്കാണ് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിൻ്റെ അടുത്തേക്ക് വന്ന് മിസ്റിലാണല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ അധികാരം
നേടിയത്? മിസ്റിലല്ലേ? ഫിറൗൻ്റെ നാട്ടിലാണല്ലോ, മിസ്റാണ്. ആ മിസ്റിലേക്കാണ് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിട്ട് എന്ത് ചെയ്യണത്? വരുന്നത്. മനസ്സിലല്ലേ? അപ്പം അതാണ് യഹൂദികൾ. ഇനി സാബികൾ എന്ന് പറഞ്ഞാൽ അവർ ആരാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമില്ല. സാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ഒരു പ്രത്യേക പ്രവാചകനെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ്. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഒരു മുദ്രാവാക്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇവരുടെ മുദ്രാവാക്യം. മനസ്സിലല്ലേ? പക്ഷേ ഇവർ കുറച്ച് ആൾക്കാർ വിഗ്രഹാരാധന നടത്തുന്നവരുണ്ട്, കുറച്ച് ആൾക്കാർ വിഗ്രഹാരാധന നടത്താത്തവരുണ്ട്. ഏതായാലും അഹ്ലുൽ കിതാബിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും ഇവർ ഈ ഈസാ നബിയെയും മൂസാ നബി എന്ത് ചെയ്യൂല? അംഗീകരിക്കൂല. അങ്ങനത്തെ ഒരു വേറെ വെറൈറ്റി ടീമാണ്. പക്ഷെ ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഇവരെന്തോ ഇത് സാബി കേട്ടോ, ഇവനാരാണ്? സാബി മതക്കാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഓരെന്താ പറയാ? സബ്ബ, ഓനെന്തായി? ഓൻ സാബിയായി എന്ന് മുശ്രിക്കുകൾ പറയാറുണ്ട്. അത് സാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു പ്രത്യേക ശരീഅത്ത് ഫോളോ ചെയ്യാത്ത ഒരു പ്രത്യേക മതം. വേറെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. പിന്നെ പക്ഷേ ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എവിടുന്നോ പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും ഒരു പ്രത്യേക. പക്ഷേ ഇവർ ഒരു പ്രവാചകനെ അംഗീകരിക്കാത്തവരാണ്. അതാണ് സാബിയങ്ങൾ. നസാറ എന്ന് പറഞ്ഞാൽ അതാ ഈസാ നബിൻ്റെ, ഇവർക്ക് നസാറ എന്ന് പേരിട്ട്. നസാറ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നർത്ഥം. കാലവൻ അൻസാരി അല്ലാഹ് എന്ന് ഈസാ നബി ചോദിച്ചിട്ടുണ്ട്, ആരാണ് എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കുക? അപ്പോൾ ഖാൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അപ്പോൾ ഈസാ നബിൻ്റെ സഹാബത്ത് പറഞ്ഞു, ഞങ്ങളെന്താണ്? അൻസാരികളാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ നസറാണികൾ, അതാണ് ശരിക്ക് പിന്നെ നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ട പേരെന്താണ്? നസറാണി എന്നാണ്, ക്രിസ്ത്യൻ എന്നല്ല. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഈസാ നബിൻ്റെ ആളെന്നർത്ഥം. ഈസാ നബിൻ്റെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആളാണ് ക്രിസ്ത്യൻ. അപ്പം ശരിക്കും ഖുറാനിലും ഹദീസിലും അവരെ പറ്റി പറഞ്ഞ പേരെന്താ? നസറാണി. അല്ലാതെ ക്രിസ്ത്യാനികൾ എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെ എന്തില്ല ഉണ്ടല്ലോ. ഖുറാനും ഹദീസിലും അവർ നസറാണി, ഓരോ നസറാനികൾ തന്നെയാണ്. ഓല് പറഞ്ഞവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ നസറാനികൾ തന്നെയാണ്. ഓലെ ക്രിസ്ത്യൻസ് എന്നുള്ളത് പോലെ ഓലാണ്ട് പറഞ്ഞ് ഞങ്ങൾ ഈസാ നബിൻ്റെ ആൾക്കാരായി തീരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു പേരാണ്. ഖുറാനും ഹദീസിലും ഓരെ പറ്റി നസറാനികൾ എന്നാണ് നസാറ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ ഈസാ നബിൻ്റെ അനുയായികൾ. വൽ മജൂസ്, മജൂസ് നേരത്തെ പറഞ്ഞ സൽമാൻ ഫാരിസിയുള്ള അഗ്നി ആരാധകന്മാർ, എവിടെയുള്ള പേർഷ്യയിലും മറ്റൊക്കെയുള്ള അവരാണ്. വല്ലദീന അശ്റക്കൂ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങൾ. അപ്പം ഈ 6 വിഭാഗം ആളുകളെ പറ്റി അല്ലാഹ് പറയാണ്. ഇവരെ പറ്റി സൂറത്ത് ബഖറയിൽ 62-ാമത്തെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് ഇതാണ്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമല സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവിടെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതെന്ന് വെച്ചാൽ വിശ്വാസിയാണോ, ജൂതനാണോ, നസ്രാണിയാണോ, സാബി ആണോ, ആര് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തു അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ ആയത്തെട്ടാണ് ചേകനൂർ വന്നത്. ഈ സൂറത്ത് ബഖറയിൽ 62-ാമത്തെ ആയത്ത് ചേകനൂർ പറഞ്ഞ് മുസ്ലിം ആയാലും ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും മുശ്രിക്കായാലും ഒക്കെ സ്വർഗമുണ്ട്, എല്ലാവർക്കും സ്വർഗമുണ്ട്. മാനദണ്ഡമോ അള്ളാഹുവിൽ വിശ്വസിക്കണം, പരലോകമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുണ്ടെന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് എന്തുണ്ട്? സ്വർഗം. ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയണ്ടല്ലോ, ഇന്നാളെ സ്വർഗത്തിൽ ഇന്നാളെ നരകത്തിൽ എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് പണ്ട് ചേകനൂർ പറഞ്ഞു. അതാണ് സർവമത സത്യവാദം. എല്ലാ മതങ്ങളും സത്യം, എല്ലാ മതങ്ങളും. ഈ ആയത്താണ് ഉപ്പരത്തിട്ട് വാക്കിയത്. സൂറത്ത് ബഖറിന് 162-ാമത്തെ ആയത്ത്. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പം CH മുസ്തഫനെ പോലെ പറ സർവ്വവേദ സത്യവാദം. ഇപ്പം രണ്ടും തന്നെ, എല്ലാ വേദങ്ങളും സത്യം. ഇപ്പോൾ ഹിന്ദുക്കൾ ഓരോ വേദം അനുസരിച്ച് ജീവിച്ചാൽ ഓർക്ക് സ്വർഗം കിട്ടും, മുസ്ലിങ്ങൾക്ക് ഓരോ വേദം അനുസരിച്ച് ജീവിച്ചാൽ ഓർക്ക് സ്വർഗം കിട്ടും.
യഥാർത്ഥത്തിൽ ഈ ആയത്ത് അതിന് ഇറങ്ങിയതല്ല. ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് ഈ സൂറത്ത് ഹജ്ജിൽ ഈ ആയത്ത്. അതെന്താ അവിടെ പറഞ്ഞ് ഒക്കെ സ്വർഗ്ഗം ഉണ്ടെന്നാ. നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തു ഹജ്ജിലെ 17-ാമത്തെ ആയത്തിലെന്ന് പറഞ്ഞു ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. ഈ പറഞ്ഞ 6 ടീമുണ്ടല്ലോ, അവർക്കിടയിൽ അല്ലാഹ് എന്ത് ചെയ്യും? എല്ലാവരും കൂടി സ്വർഗത്ത് കാക്കുന്നല്ല, പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കുകയും അവർക്കിടയിൽ വിചാരണ നടത്തി അവർ വേർതിരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ആയത്തിറങ്ങുള്ള അവതരണ പശ്ചാത്തലം എന്താ വെച്ചാൽ, ഞാൻ സൽമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് മുസ്ലിമായി വന്നല്ലോ. ഇതിൽ സൽമാൻ നബിൻ്റെ അടുത്തുനിന്ന് അവരുടെ ഒരു കൗമിൻ്റെ ഒരുപാട് കഥ പറയും. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാനു യസൂമൂന വയുസല്ലൂന വയുമിനൂന ബിക വയഷ്ഹദൂന അന്നക സതുബ്അസു നബിയൻ. നബിയെ, എൻ്റെ കൗമെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അൽ കിതാബിൽപ്പെട്ട ആൾക്കാരാണ്, അവർ നോമ്പ് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിസ്കരിക്കുന്നുണ്ട്, അവർ നിങ്ങൾ വരുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്, അതായത് നിങ്ങൾ നബിയായിട്ട് വരുന്നവർക്ക് വിശ്വസിക്കുന്നുണ്ട് അവർ. അങ്ങനെ ഒക്കെയുള്ള നല്ല മനുഷ്യന്മാരാണ് നബി അവിടെ ഉള്ളത്. അപ്പോൾ അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചോദ്യം നബി വന്നപ്പോൾ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ സൽമാൻ റളിയല്ലാഹു വിശ്വസിച്ച പോലെ അവരെന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സൽമാൻ ഹും മിൻ അഹ്ലിന്നാർ. സൽമാൻ, അവർ ആരാണ്? നരകാവകാശികളാണ്. അപ്പോൾ സൽമാൻ റളിയല്ലാഹുവിന് ഇതൊരു പ്രയാസമായി തോന്നി. കാരണം നിസ്കരിക്കണ നോമ്പ് നിൽക്കണ ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വിശ്വസിക്കാത്ത എൻ്റെ പേരിൽ മാത്രം അവരെങ്ങനെ നരകത്തിൽ പോകുക. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. ഏതായത്ത്? സൂറത്ത് ബഖറിൻ്റെ 62-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബീന. ആരും കുഴപ്പമില്ല. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. 2 കണ്ടീഷനാണ്. ഒന്ന്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കണം. രണ്ടാമത്തെ എന്താണ്? വഅമില സ്വാലിഹാൻ, സ്വാലിഹായ അമലുകൾ ചെയ്യുകയും വേണം. അവരെ എന്തുള്ളൂ? ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. അവർക്ക് അള്ളാഹിൻ്റെ അടുക്കൽ എന്തുള്ളൂ? സ്വർഗം. അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനുള്ള എല്ലാ വിശ്വാസം, അള്ളാഹ് 3 വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹ് 1 വിശ്വസിക്കണം. അള്ളാഹു ആണ് ഈ പ്രവാചകനെ അയച്ചത് വിശ്വസിക്കണം. അള്ളാഹു പ്രവാചകൻ്റെ കൂടെ അയച്ച് വേദഗ്രന്ഥം വിശ്വസിക്കണം. പരലോകത്ത് വിശ്വസിക്കണം. വഅമില സ്വാലിഹൻ, അമല സ്വാലിഹാത്തുകൾ നിർവഹിക്കുകയും വേണം. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ കഴിയുള്ളൂ. അവൻ്റെ യഥാർത്ഥ വിശ്വാസം, ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം മാത്രമേ ശരിയാവുകയുള്ളൂ. ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ അമലുകൾ മാത്രമേ ശരിയാവുകയുള്ളൂ. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് പേടിക്കണമല്ലോ, അവർക്ക് സ്വർഗം കിട്ടുന്നതാണ്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു ആശ്വാസമായി. കാരണം ഒരായത്ത് വന്നല്ലോ. അതായത് എത്ര നോമ്പ് നോറ്റും എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അവൻ്റെ വിശ്വാസം ശരിയില്ലെങ്കിൽ, ഒരു പ്രവാചകനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? അവനെന്തുണ്ടാവില്ല? ഗാന്ധിജി വർഗത്തിലാണ്. ഇപ്പം നമ്മൾ പ്രോഫ്കോണ് ചോദിച്ചില്ലേ, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഗാന്ധിജിൻ്റെ കാര്യമില്ല, അലൈക്കും അംഫുസക്കും. നിങ്ങൾ സ്വന്തം തടി സ്വർഗത്തിലാണ് നോക്കിക്കോളൂ. ഗാന്ധിജിൻ്റെ കാര്യം ഗാന്ധിജി നോക്കിക്കോളൂ. മനസ്സിലായത്? AKG സ്വർഗത്തിലാണ്, ഗാന്ധി സ്വർഗത്തിലാണ്. ഇനി പോലും സ്വർഗത്ത് പോയില്ല, എന്നാ പോയില്ലേ? എനിക്ക് വേണ്ടാന്നാ ചോദിക്കോ. അങ്ങനെ ഒരാളെ നോക്കിയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് അത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്, അത് നമ്മളെ സ്വഭാവമല്ല. നമ്മൾ ഇസ്ലാം സ്വീകരിച്ചത് നമുക്ക് സ്വർഗം കിട്ടാനാണ്. മനസ്സിലല്ലേ? ഇനി മാത്രമല്ല, മുത്തഇം ബിൻ അദി എന്ന് പറയുന്ന മനുഷ്യൻ, മുത്തഇം ബിൻ അദി മക്കയിൽ വളരെയധികം ധർമ്മിഷ്ഠനാണ്. ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ നല്ല മനുഷ്യനാണ് മുത്തഇം ബിൻ അദി. ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആകുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് ഇവർക്ക് നബി ആകുന്നതിന് ഭയങ്കര കച്ചറയല്ലോ. ചെറിയ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക. അപ്പോൾ മുത്തഇം ബിൻ അദി അവർക്ക് സുലുണ്ടാക്കുമ്പം ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്ര പൈസ മുത്തഇമിന് കൊടുക്കും?
അപ്പം നബിയുമായിട്ട് പല സന്ദർഭത്തിലും നബിയുമൊത്ത് കരാറേർപ്പെട്ടിട്ടുണ്ട്. അപ്പം ബദറിൽ മുത്തഇം ബിൻ അദി ബദറിൻ്റെ മുത്തഇം ബിൻ അദി മരിക്കുന്നത് ബദറിൻ്റാണ് 2 വർഷം, അതായത് ഏകദേശം 5-6 മാസം മുമ്പോ അല്ലെങ്കിൽ 1 വർഷം മുമ്പാണ്. ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ബദറിൽ ബന്ദികൾ പിടിക്കപ്പെട്ടു. മുത്തഇം ബിൻ അദി മുസ്ലിം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബദറിൽ മുശ്രിക്കീങ്ങളായ ബന്ദികൾ പിടിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന് മുത്തഇം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുത്തഇം ബിൻ അദി എന്ന് പറഞ്ഞാൽ ഈ ബന്ദികളെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഒന്നും വാങ്ങാതെ വിടുമായിരുന്നു. അത്രയും നല്ല മനുഷ്യനാണ് ആര്? മുത്തഇം ബിൻ അദി. അപ്പം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി മുത്തഇം ബിൻ അദി സ്വർഗ്ഗത്തിൽ പോകുമോ? നമ്മളടുത്ത് ഗാന്ധി സ്വർഗ്ഗത്തിൽ പോയി ചേരും. മുത്തഇം ബിൻ അദി സ്വർഗ്ഗത്തിൽ പോകുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. ചെറിയ കുടുംബം ആശാബിക്ക് അറിയാം, പക്ഷേ ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹുവെ എൻ്റെ അമലുകൾ നീ സ്വീകരിക്കണമേ, എനിക്ക് പുറത്തു തരണമെന്ന് ഒരിക്കൽ പോലും മുത്തഇം ബിൻ അദി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ മുത്തഇം ബിൻ അദി ചെയ്ത പണിയൊക്കെ എന്തിനാണ്? അള്ളാൻ്റെ ഒക്കെ കൂലി കിട്ടാനല്ല. അള്ളാൻ്റെ ഒക്കെ കൂലി കിട്ടാൻ ചെയ്തെങ്കിലല്ലേ അള്ളാഹ് കൂലി കൊടുക്കേണ്ടേ ഉള്ളൂ അല്ലേ? മദർ തെരേസ സ്വർഗത്തിൽ പോകും. മദർ തെരേസ ഈ നന്മയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ ചെയ്ത് അള്ളാൻ്റെ കൂലിട്ടാനാണോ? അള്ളാഹ് കൂലിട്ടാനാണെങ്കിൽ അള്ളാഹിൽ വിശ്വസിക്കണം. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ തൊടുവിൽ ഒരാൾ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചു, നമ്മളാരും കുളിക്കൊന്നും കുളിച്ചില്ല. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുളിച്ച് ആരാപ്പിനോട് പണിക്കുളിച്ചവിടെ എന്ന് ചോദിച്ചാൽ, അപ്പം നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്ന ഒരാൾക്കാണ് അള്ളാഹു കൂലിയെടുക്കാൻ ബാധ്യത ഉള്ളൂ. മനസ്സിലായില്ലേ? എത്രത്തോളം ചോദിച്ചാൽ, മുത്തഇം ബിൻ അദി മരിച്ചപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ കവിയാണ്, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റഥായിദിന വിലാപകാവ്യം ഒരു മുശ്രിക്ക് വലാ പറയുന്നതിനാട്ടോ, ഒരു മുശ്രിക്ക് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് എന്ത് ചെയ്തു? ആ മരിച്ച മുശ്രിക്കിനെ പുകഴ്ത്തിയിട്ട് കവിത ചൊല്ലി. ഞാൻ പറയാം, അങ്ങനത്തെ സ്വാലിഹീങ്ങൾ, സ്വാലിഹ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ നല്ല മനുഷ്യന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഓരോടുക്കന്നെ പോണ് നരകത്തിൽ. അതാണ് സൽമാൻ ഫാരിസിനോട് നബി പറഞ്ഞു, ഹും മിൻ അഹ്ലിന്നാർ, ഒരാരാണ്? നരകത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, സ്വർഗവും നരകവും അള്ളാഹു തീരുമാനിക്കുന്നു. ഇപ്പോൾ ജൂതന്മാരുടെ വിശ്വാസം എന്താ വെച്ചാൽ, ഞങ്ങൾ നഹ്നു അഹിബ്ബാഹുല്ലാഹി വഹാസത്തു, ഞങ്ങൾ അള്ളാഹിൻ്റെ കുടുംബക്കാരാണ്. ഇനി അഥവാ ഞങ്ങൾ നരകത്ത് പോകുകയാണെങ്കിൽ എത്ര പോകുള്ളൂ? 40 പൈസ. കാര്യം 40ൻ്റെ കണക്കുണ്ടെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹു തൗറാത്ത് കൊടുക്കാൻ വേണ്ടി മൂസാ നബിനെ എത്ര വിളിച്ച്? 40 ദിവസം. അപ്പോൾ ആ തൗറാത്ത് കിട്ടാൻ വേണ്ടി അല്ല 40 ദിവസം ആണെങ്കിൽ ആ 40 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ? അപ്പോൾ ഏതായാലും നരകത്ത് പോകുന്നവർ സംഭവിച്ചു, നരകത്ത് പോകുകയാണെങ്കിൽ 40 ദിവസം. അപ്പോൾ അള്ളാഹ് സൂറത്ത് ബഖറ ചോദിക്കണത്, അത്തഖത്തും ഇൻദല്ലാഹി അഹദൻ ഫലൻ യുഖ്ലിഫ അല്ലാഹു അഹദ. നബിങ്ങളോട് ചോദിച്ചു, കോല അള്ളാഹിൻ്റെ അടുത്ത് വല്ല കരാറുണ്ടോ? അള്ളാഹ് കരാറുണ്ടെങ്കിൽ ഉള്ള കരാർ ലംഘിക്കൊന്നുമില്ല, കരാറുണ്ടോ ചോദിച്ചു നോക്കിയതാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന ബാപ്പാൻ്റെ മോളാണ്, ഇന്നാണെന്ന്, അതൊന്നും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മാനദണ്ഡമല്ല. മനസ്സിലായില്ലേ? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി പറഞ്ഞെന്താ? യാ ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്, അനക്ക് ദുനിയാവ് എന്തുവാണെങ്കിലും സലീമാശിയെത്തി, പക്ഷേ വല ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, പരലോകത്തെത്തുമ്പം ഞാൻ മുത്തനബിൻ്റെ മോളാട്ടോ പഠിച്ചോനെ പറഞ്ഞിട്ട് കാര്യം. അപ്പം ഇന്ന് നമ്മളെ കൗം വിശ്വസിക്കണം എന്താ വെച്ചാൽ, എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവൽ എന്നോവർ. അത് ഓവറാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിക്കണം. എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ നബി പറഞ്ഞാണ്, 73 72 നരകത്തിക്കെന്ന് പറഞ്ഞു, സ്വർഗത്തിക്കെന്നല്ല.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പാടെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അവൻ്റെ വിശ്വാസവും അവൻ്റെ അമലുമാണ്. അതിന് ആമനു വഅമലു സ്വാലിഹ്. ഈമാനുണ്ടോ ഓ സ്വർഗത്തിലാണ്, അമൽ സ്വാലിഹത്തുണ്ടോ ഓ സ്വർഗത്തിലാണ്. എന്നിട്ട് പറയുന്നത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും സാക്ഷിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഈമാനുള്ള ആളാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാഹ്യമായ ചില അടയാളങ്ങൾ നമ്മുടെ അടുത്തുള്ളൂ. അവൻ്റെ മനസ്സിൽ നോക്കാൻ നമുക്കറിയാം, മനസ്സിൽ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഒരാൾ മുസ്ലിമാണോ മുസ്ലിം അല്ലേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. പക്ഷെ പരലോകത്തെത്തുമ്പോഴാണ് ഒരാളുടെ ഈമാനും അവിടെ അമൽ സ്വാലിഹാത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എത്തുമ്പോൾ ശരിക്കും വെളിപ്പെടുക അവിടെയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ, അള്ളാഹു നിന്നെ പരലോകത്ത് വെച്ചുകൊണ്ട് വഷളാക്കരുത്. ദുനിയാവിൽ വഷളാകണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പരലോകത്ത് വഷളായി കഴിഞ്ഞാൽ അത് വല്ലാത്ത വശത്തക്കാർ. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ അതാണ് യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ദിവസം അവിടെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നു. വലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹ് എല്ലാത്തിനും ഷഹീദ് പറഞ്ഞാൽ സാക്ഷി നടത്തും. സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നവനാ സാക്ഷി അറിയാം, കണ്ണുകൊണ്ട് കാണുന്നവനാണ് സാക്ഷി. ഇസ്ലാമിൽ ഷഹീദ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നവനാണ്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിനും മറ്റൊക്കെ 4 സാക്ഷികൾ വേണമെന്ന് പറഞ്ഞു. ഒരു ആണ് പെണ്ണ് വ്യഭിചരിക്കുന്ന കണ്ടാൽ ഇസ്ലാമിക സമൂഹത്തിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? 8 കണ്ണ് കാണും, 8 കണ്ണുകൾ കാണും. ക്യാമറ എടുത്ത് വീഡിയോ എടുത്താൽ അടി കിട്ടും. ഈ ക്യാമറ എടുത്ത് ചെന്നോന് ഇസ്ലാമിൻ്റെ കോടതി ചെന്നാൽ കൊടുക്കുക 80 അടി അവന്. അതാണ് ഇസ്ലാമിക ശരീരം. അപ്പോൾ നോക്കുക, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം അവൻ്റെ സാക്ഷിയാണ്. അപ്പോൾ അള്ളാഹു സാക്ഷിയാകാത്തൊരു കാര്യം ദുനിയാവ് നടക്കണില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നീ ഒരിക്കലും ഞാൻ ഒറ്റക്കാണെന്ന് പറയരുത്. വലാ തഖുൽ ഇന്നി ഖലൗതു, ഞാൻ ഒറ്റക്കാണെന്ന് പറയാൻ പാടില്ല. കാരണം നമ്മുടെ കൂടെ ആരുണ്ട്? പടച്ചോനുണ്ട്. അപ്പം നമ്മൾ ഒറ്റക്കാണെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മൾ എന്തല്ല, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യങ്ങൾക്കും പടച്ചോൻ ഷഹീദാണ്, അല്ലാഹ് സാക്ഷിയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവരുടെ രഹസ്യവും പരസ്യവും എന്തായിരിക്കും? ഒന്നായിരിക്കും. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കും, എല്ലാവർക്കും പുറത്തു കൊടുക്കും, ഒരു വിഭാഗം ആളുകൾക്കൊഴികെ, ഒരു വിഭാഗം ആളുകൾക്കൊഴികെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, അവരാരാണ് നബിയെ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചാൽ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. പക്ഷേ ഫൈദാ ഖലൗ, അവർ ഒറ്റക്കായാൽ, ഇൻതഹഖൂ ഇലാ മഹാരിമില്ലാ, അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് അവർ പോകും. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആളുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളും പുറവും രണ്ടാണ്. അതൊരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പുറം തന്നെയായിരിക്കണം നമ്മുടെ ഉള്ളും. അത് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും, പക്ഷെ പടച്ചോനിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പടച്ചോന് മറച്ചു വെക്കാൻ സാധിക്കും. അള്ളാഹു എല്ലാം, നമ്മുടെ ക്യാമറ ഓണായാലും ഓഫായാലും, നമ്മുടെ ലൈറ്റ് ഓഫായാലും, എന്ത് ഓഫായാലും അള്ളാഹുവിൻ്റെ കണ്ണുകൾ ഷാഹിദാണ്, സാക്ഷിയാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇരട്ട മുഖം അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം എന്താ വെച്ചാൽ പുറത്തൊരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവും. ഇത് പടച്ചോന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. അതാണ് മുനാഫിഖ്, നഫഖ എന്ന് പറഞ്ഞു. ഈ മുനാഫിഖ് എന്നുള്ള പദം ഉണ്ടായത് എന്താ പറയുക? പെരിച്ചായില്ലേ, പെരിച്ചായി എന്നറിയാം.
പെരിച്ചായിൻ്റെ മാളത്തിനാണ് നഫഖ എന്ന് പറയുന്നത്. പെരിച്ചായിൻ്റെ മാളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പെരിച്ചായിനെ കണ്ടു, നമ്മളതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു മാളത്തേക്കാണ് കയറുന്നത്, നമ്മൾ തന്നെ വടിയും പിടിച്ചങ്ങനെ കുത്തിർക്കും ഇവിടെ, അത് വേറെ മാളത്തിൽ കൂടെ പോയിണ്ടാവും. അപ്പം പെരിച്ചായിൻ്റെ മാളത്തിൽ നമ്മൾ കാണുന്ന ഒരു മുഖം ഉണ്ടാവും, പക്ഷെ നമ്മൾ കാണാത്ത വേറൊരു ദോരം അത് നമ്മളുണ്ടാവില്ല, അതുകൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലെയാണ് ചില മനുഷ്യന്മാരെന്ന്, ഓന് രണ്ട് മുഖം ഉണ്ടാവും, പുറത്തല്ല ഷാറിക്കാർ, പക്ഷെ ഉള്ളിൽ ഹലോ ഇൻ തഹക്കുയിലാമ. ഇത് നമ്മളൊക്കെ ഞാൻ പറഞ്ഞ ഞാനടക്കമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ തഖ്വ എന്ന് പറഞ്ഞാൽ അയാളും പടച്ചോനും ഒറ്റക്കാകുമ്പോൾ ഉള്ളതാണ് യഥാർത്ഥ തഖ്വ. ഒരു മനുഷ്യൻ യഥാർത്ഥ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളും പടച്ചോനും ഒറ്റക്കാകുമ്പോൾ ഉള്ളതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ. അതിലൊന്നും പല ആളുകളും പരാജയമാണ്. നമ്മളെല്ലാം നമുക്ക് പ്രകടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അതെല്ലാത്തിനും സാക്ഷിയാണ്. അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, ഭൗതിക സംവിധാനം, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അമലുകൾ നമ്മൾ അറിയാതെ പൊളിഞ്ഞു പോകും. നമ്മളിങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ഓട്ടക്കൊട്ടയിക്കാറ്. കാരണം നമ്മൾ നിസ്കരിക്കണം എന്തിനാ? പിന്നെ അതുകൊണ്ടാണല്ലോ പരലോകത്ത് ആദ്യമായി വിചാരണ തുടങ്ങുന്നതിൻ്റെ മുമ്പ് 3 ആളുകൾ അന്ന് നരകത്ത് കിടന്നു. വിചാരം തുടങ്ങിയിട്ടില്ല, വിചാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ 3 ആളുകൾ അന്ന് നരകത്ത് കിടന്നു. ഒന്ന് ഷഹീദാണ്, ഒന്ന് ആലിമാണ്, ഒന്ന് സദഖൊടുത്താണ്. അവർക്ക് ചെയ്ത പണി നല്ല ഉഷാറുള്ള പണിയാണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്ത് രക്തസാക്ഷിയാകുന്ന ചില്ലറ പണിയൊന്നുമല്ല, പക്ഷെ അവൻ നരകത്തിക്കാണ്. രണ്ടാമത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സദഖൊടുത്ത നരകത്തിക്കാണ്. മൂന്നാമത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദീൻ പഠിപ്പിച്ച ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചാണ് നരകത്തിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില മനുഷ്യന്മാർ ഒരു പുറത്തൊക്കെ നമ്മൾ കണ്ട അതെന്താ മനുഷ്യനായിരിക്കും, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ അവർ വലിയ മഹത്വമുള്ളവരായിരിക്കും. അതുകൊണ്ട് നമ്മളൊരാളെയും നിസ്സാരമാക്കാൻ പാടില്ല. നമ്മളെ കാര്യം നോക്കുക, നമ്മുടെ കുടുംബത്തിന് നമ്മളെ കാര്യം നോക്കുക. ആലേക്കും അംഫുസക്കും ലായതർക്കുമെന്തോ. അപ്പോൾ മറ്റുള്ളവർ സ്വർഗത്തിലാണോ മറ്റുള്ള നരകത്തിലാണോ നോക്കുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യുക? നമ്മൾ സ്വർഗത്തിലാണോ നമ്മൾ നരകത്തിലാണോ നോക്കുക. ജീവിത കാലഘട്ടത്തിൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. നമുക്കെന്താ വെച്ചാൽ ഒരുപാട് ആസ്വാദനങ്ങൾ നമുക്ക് എന്താ പറയുക, ദുനിയാവെന്ന് കിട്ടൂല. അതിനല്ലേ സ്വർഗം എന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി തിരിച്ച ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, സ്വർഗത്തെ അള്ളാഹു ഉണ്ടാക്കി. ആദ്യം സ്വർഗത്തുണ്ടാക്കി അള്ളാഹു, പിന്നെ നരകം ഉണ്ടാക്കി. സ്വർഗത്തുണ്ടാക്കിയിട്ട് ജിബിലിന് പറഞ്ഞു, ജിബിൽ ഒന്ന് പോയേക്കുക, സ്വർഗത്തേക്ക് പോയേക്കാണ്. ആ ജിബിൽ സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ എന്നിട്ട് തിരിച്ചു വന്നു, എന്താ എൻ്റെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ മനുഷ്യന്മാരും സ്വർഗത്തേക്ക് പോരെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവർക്കും സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വർഗത്തേക്കാണ് വരും. അപ്പോൾ അള്ളാഹു പറയണം, സല്ലല്ലാഹു പറയണം, വഹഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടി. വേലിയിട്ടെന്ന് പറഞ്ഞാൽ മക്കാരികൾ കൊണ്ട്. മക്കാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വെറുപ്പുള്ള കാര്യങ്ങൾ, ചെയ്യാൻ വെറുപ്പുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് സ്വർഗത്തിന് അള്ളാഹു ബൗണ്ടറി ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ട് ജിബ്രീലിനോട് പോയേക്കാൻ പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിക്കാരും വരും തോന്നണില്ല. കാരണം എന്താ, കുറച്ച് ഇറങ്ങാറുണ്ടോ. ഇപ്പോൾ സുബൈക്കൊക്കെ നീച്ച് പള്ളിക്കുക, ഒന്ന് 100 സ്കെച്ച് ഒന്ന് കടന്നിറങ്ങുമ്പോഴത്തേന് അസറസ്കരിക്കുക, അസറസ്കരിച്ചെന്ന് ക്ഷീണം മാറ്റുമ്പോഴത്തേന് മഗ്‌രിബ് നിസ്കാരമായി. ആ കഴിഞ്ഞ് കണ്ട് ഒന്ന് തിരുമ്പോഴത്തേന് നിസ്കാരം. പിന്നെ അതിടണം, മറ്റിടണം, അങ്ങോട്ട് വെക്കാൻ പാടില്ല, ഇങ്ങോട്ട് വെക്കാൻ പാടില്ല, ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു. വീടിന് പോയി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്താ അഭിപ്രായം? പടച്ചോനെ, ഒരു മനുഷ്യനെ നരകത്തേക്ക് പോകുന്ന എനിക്ക് തോന്നണില്ല.
പക്ഷെ പിന്നീട് നരകത്തെ ഷഹവാത്തുകൾ കൊണ്ട് മനുഷ്യന്മാരുടെ ഇച്ഛകളൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നരകത്തിന് വലയുണ്ടാക്കി. ഏതൊരു ജിബ്രീലിനോട് പറയാൻ പറഞ്ഞു. ജിബ്രീൽ എല്ലാവരും വെടുക്ക വരിക എന്നാണ് തോന്നുന്നത്. എല്ലാവരും വെടുക്ക വരും. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ദുനിയാവിൽ നമ്മൾ മുഅ്മിനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇടങ്ങേറുണ്ട് നമുക്ക്. മറ്റുള്ളവർ അതുകൊണ്ടാണ് വമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിൽക്കണമെന്ന് ഭയപ്പെടുകയും എന്നിട്ട് സ്വന്തം നഫ്സിനെ ഹവയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്താൽ, നഫ്സ് പറഞ്ഞിടത്തൊക്കെ പോയാൽ നരകത്തേക്ക് നേരാണ് പോവാം. എന്നിട്ട് ആ നഫ്സിനെ പിടിച്ചിർത്തി അവിടെ നിൽക്ക് പോലെ എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, ഉള്ളതാണ് സ്വർഗ്ഗം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ചെയ്യുന്ന പറഞ്ഞാൽ അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്. നമ്മളത് അറിഞ്ഞാലില്ലെങ്കിലും നമുക്കത് ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ അള്ളാഹുടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനല്ലാഹു മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പരലോകത്തോണ്ട് കൊണ്ടുവരും. എന്നിട്ട് ഇഖ്റ കിതാബ കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, വേറെ ആരും നോക്കണ്ട, എൻ്റെ കിതാബാണ് വായിച്ചോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു അതാണ് ശരിക്കും മുഅ്മിൻ എന്ന് പറഞ്ഞത്. ഒരു അകവും പുറവും ഒരുപോലെ ശുദ്ധമാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെന്താ വെച്ചാൽ ആൾക്കാർ കാണുമ്പോൾ ഉഷാറാകുക, ആൾക്കാർ കാണാത്തപ്പോൾ ഉഷാറാകാതിരിക്കുക, അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്. ഈ ഒരു ബോധം അള്ളാഹു നമുക്ക് സദാ നിലനിർത്തി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളും പുറവും ഒരുപോലെ പരിശുദ്ധമായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. കാരണം അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക. അവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. കാരണം അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ആദ്യം നരകത്തിൽ കിട്ടുന്ന മൂന്നാളെന്ന് പറഞ്ഞാൽ, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായ ഷഹീദാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദീൻ പഠിപ്പിച്ചൊരു പണ്ഡിതനാണ്. മൂന്നാമത്തെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധാരാളം സ്വതക്കകൾ കൊടുത്ത മനുഷ്യനാണ്. അപ്പോൾ ഈ മൂന്നാളുകൾ നരകത്തിലുള്ള കാരണം വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, ഈ ഷഹീദായ വ്യക്തി എന്തിനു വേണ്ടിയാണ് ഷഹീദായത്? അയാൾ ജനങ്ങൾക്കിടയിൽ പേര് കിട്ടണം, അയാൾ നല്ലൊരു ധീരനാണ്. വഖദ് ഖീല, ആ ദുനിയാവിൽ എന്ത് ചെയ്തു? പറയപ്പെട്ട് കഴിഞ്ഞു. അയാളെന്താ ഉഷാറുണ്ട്, ഭയങ്കരമാണ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞു. ദുനിയാവിൽ പറഞ്ഞു, അവൻ്റെ കൂലി ദുനിയാവിൽ പോയി. സ്വതക്ക കൊടുത്ത ആളെന്താണ്? ആൾ ഭയങ്കര ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് വഖദ് ഖീല. അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അള്ളാഹിൻ്റെ ദീൻ അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണെങ്കിലോ, ഓ എന്താ ആലിം, എന്താ പണ്ഡിതൻ, ഓ ഇൽമിൻ്റെ നിറകുടാട്ടോ, മറ്റേ കൻസുല്ലൽമ താജുൽ മറ്റേ ഉലമക്ക്, അതൊക്കെ ദുനിയാവിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി പരലോകത്ത് കോരില്ല. അയാൾ ചെയ്തൊരു അമലിൻ്റെ ഓഹരി പരലോകത്ത് വെക്കാനില്ല. അയാൾ നരകത്തിലല്ല. അയാൾ ജീവിതം മുഴുവനും ഈ പേര് കിട്ടാൻ വേണ്ടി ചെയ്ത്, ജീവിതം മുഴുവനും ജനങ്ങളുടെ പേര് കിട്ടണം, പടച്ചവൻ്റെ കൂലി കിട്ടണം, കുട്ടി കിട്ടണമെന്നല്ല. അള്ളാഹ് ജനങ്ങൾക്കിടെ ഉഷാറാകണം. അത് ഉഷാറായി, പിന്നെ പരലോകത്ത് എന്താ ഉണ്ടാകുക? അതുകൊണ്ട് ജനങ്ങൾ എന്തു പറഞ്ഞാലില്ലെങ്കിലും, അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ആളുകളെ പറ്റി ആളുകളെല്ലാം നല്ല പറയില്ല. മുത്തുനബിനെ പറ്റി പറഞ്ഞണോ? വിശ്വാസികൾക്കിടയിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് നമ്മളെ പറ്റി അത് നമ്മൾ ചിന്തിച്ചാൽ മതി. നാട്ടുകാരെന്താ പറയുക? നാട്ടുകാരെന്തൊക്കെ പറയുന്നുണ്ട്? ചില ആൾക്കാർക്ക് അതാ പറയുക. ഇപ്പം ഈ തൗഹീദുകൾ പറഞ്ഞൊക്കെ ശരി തന്നെ, പക്ഷെ ഞാനിപ്പോൾ പോന്നാലും നാട്ടുകാരെന്താ പറയുക? നാട്ടുകാരെൻ്റെ കബർക്കിറങ്ങി കുത്തിരിക്കുമോ? അതിനെ ഇറക്കാൻ വേണ്ടി ഇറങ്ങും, പക്ഷെ ഓരോട് കയറും. പിന്നെ ഇത് അവിടെ ഒറ്റക്കാണ്. ആ നാട്ടുകാരെന്നെ കബർക്ക് ഇറക്കി വെച്ച് ഓരോ ഇങ്ങോട്ട് കയറി പോരും. അവിടെ ഒറ്റക്കാണ്. അതുകൊണ്ട് നാട്ടുകാരെ പേടിക്കുക, വീട്ടുകാരെ പേടിക്കുക, പെണ്ണുങ്ങളെ പേടിക്കുക, ഭർത്താവിനെ പേടിക്കുക. ഇതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ പടച്ചോനെ പേടിച്ചു. കാരണം പടച്ചോനെ പേടിച്ചാൽ ആ പടച്ചോൻ ഞാൻ നാട്ടുകാരില്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും കൂട്ടുകാരില്ലെങ്കിലും പടച്ചോൻ ഉണ്ടാവും. മനസ്സിലല്ലേ? പക്ഷെ പടച്ചോനില്ല, നാട്ടുകാരും കൂട്ടുകാരും ഉണ്ടെങ്കിൽ അത് ഖബർ വരെ ഉണ്ടാവുള്ളൂ. ഒക്കെ തിരിച്ചും പോരും. പിന്നെ അവിടുന്ന് മഹ്ശറിലൊക്കെ നമ്മൾ വക്കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്കാണ്. നമ്മൾ ആരും ഉണ്ടാവില്ല. ഈ കണ്ട ഒരു മനുഷ്യനും യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി,
കുട്ടികളും മക്കളും ബാപ്പയും ഇമ്മയും കുടുംബക്കാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ആര് തിരിഞ്ഞു നോക്കൂല. ഇത് അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ കൈവിടാതെ മുറുകെ പിടിച്ച് മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ്റെ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് വിശുദ്ധ ഖുർആൻ്റെ അനുയായികളായി ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്നല്ലവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.